നമ്മുടെ റിപ്പോർട്ടർമാർ സർവ്വസജ്ജരായി നിൽക്കുന്നുണ്ട്. ദിവിഷ് മണി ചേരുന്നുണ്ട്. അതേപോലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് രഘുനാഥ് നാരായണൻ ചേരും. ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മാർഷൽ വി സെബാസ്റ്റ്യനും കണ്ണൻ നായരും നമുക്കൊപ്പം ചേരും. ആദ്യം നമുക്ക് ദിവിഷിലേക്ക് പോകാം. ദിവിഷ്, ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകളൊക്കെ വലിയ ഉത്സാഹത്തിലാണല്ലേ? ഈ കൊട എവിടെ നിന്ന് കിട്ടി ഒപ്പിച്ചു? ദിവിഷ് കേൾക്കാമോ? ദിവിഷിന് കേൾക്കാൻ കഴിയുന്നില്ല. എന്തായാലും ആവേശമായി മാറിയിരിക്കുകയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. തീ പാറിക്കാനായി ചുണ്ടൻ വള്ളങ്ങൾ എത്തും. ചെറുവള്ളങ്ങളുടെ മത്സരമാണ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഒരേ മനസ്സോടെയാണ് ഈ ഒരു നെഹ്റു ട്രോഫി വള്ളംകളിയെ ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കായൽ പരപ്പ് വളരെ ശാന്തമാണ്. പക്ഷേ ഗാലറി ഇങ്ങനെ ആർപ്പുവിളികളുമായി നിൽക്കുകയാണ്. ആലപ്പുഴക്കാർ തന്നെയുണ്ട്. അവർ വളരെ ആവേശത്തോടെ അവർ പറയുന്നു, ഇത്തവണ ഒരു മൈക്രോ സെക്കൻഡ് മത്സരമൊന്നുമല്ല, 3 തുഴപ്പാടെങ്കിലും അകലത്തിലായിരിക്കും ഇത്തവണ. ആര് ജയിക്കും ചേട്ടാ? വള്ളാതുരുത്തി BBC ബോട്ട് ക്ലബ്ബ്. വള്ളാതുരുത്തിക്ക് ഒരു സംശയമില്ല. നമ്മൾ ഡബിൾ ഹാട്രിക്കിന് വേണ്ടിയുള്ള ശ്രമമാണ്. അല്ല, വീണ്ടും നമ്മൾ ഫോട്ടോ ഫിനിഷ് മൈക്രോ സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് 3 തുഴപ്പാടിനെങ്കിലും ജയിച്ചിരിക്കുന്നു. 3 തുഴപ്പാടും ജയിക്കുന്നതാണ് ചേട്ടാ. എന്താ വായ്പാട് എത്ര തുഴപ്പാടും ജയിക്കും? ഒരു 5 പേരുടെ തുഴപ്പാട് നിങ്ങൾ ജയിക്കും. അപ്പോ ഒരിടത്ത് 3, ഒരിടത്ത് 5, അങ്ങനെ തുഴപ്പാട് കണക്കിൽ ജയിക്കുള്ളൂ. അല്ലാതെ മൈക്രോ സെക്കൻഡ് പരിപാടിയൊന്നും ഇത്തവണ ഇല്ല എന്നാണ് ആലപ്പുഴക്കാരുടെ ആവേശത. കൂടുതൽ ആളുകൾ. ഹലോ, എന്താണ് നിങ്ങളുടെ പരിപാടി നെഹ്റു ട്രോഫി ആയിട്ട്? ഞങ്ങള് കേരള ഗ്രാമീൺ ബാങ്ക് സ്റ്റാഫാണ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നിന്ന്. നമ്മളിപ്പോ ഇതിന്റെ ഒരു ഔദ്യോഗിക സ്പോൺസർ കൂടിയാണ് ബാങ്ക്. അപ്പൊ ഇതിന്റെ നിങ്ങളെ സ്പോൺസർ ചുമ്മാ കണ്ടെന്നപ്പോ ഒരു ആവേശത്തിന്റെ ഒരു കാഴ്ച. വഞ്ചിപ്പാട്ട് അറിയുന്നവരുണ്ടോ? വഞ്ചിപ്പാട്ട് അറിയുന്നവരുണ്ടോ? ആവേശക്കാർ വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ചമ്മക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാൾ, അമ്പലപ്പുഴയിലൊരു ഗരുഡ തൂക്കം. ഇവര് മറ്റു ജില്ലകളിൽ വന്നവരാ. അവരിവിടുത്തെ ആവേശം പിടിക്കാൻ ശ്രമിച്ച. പക്ഷെ നിങ്ങൾക്ക് ആലപ്പുഴക്കാരെ വെല്ലാൻ പറ്റില്ല. ഇവരുടെ പാട്ടിയെടുപ്പോൾ ആലപ്പുഴയിലെ ചേട്ടനാണ് വീണ്ടും ആവേശം. ഇതാണ് ആലപ്പുഴ. എല്ലാരും പോയല്ലോ കുഞ്ഞിക്കിളിയെ പൈങ്കിളിയെ വെക്കം ചെല്ലുന്നേ. കുഞ്ഞിക്കിളിയെ പൈങ്കിളിയെ വെക്കം ചെല്ലുന്നേ. എങ്ങാണ്ടൊന്നൊരു കുഞ്ഞിക്കാറ്റോടി വരുന്നേ. എങ്ങാണ്ടൊരു കുഞ്ഞിക്കാറ്റോടി വരുന്നേ. ഓടി വരുന്നേ കുഞ്ഞിക്കാറ്റോടി വരുന്നേ. കുഞ്ഞിക്കാറ്റൊന്ന് പുന്നല്ലു വഴുത്തു വിടുന്നൊരു പാടത്തെ പുന്നാര. പുന്നല്ലു വഴുത്ത് കിടന്നൊരു പാടത്തെ പുത്തൻ കൊയ്ത്തിന്. പറഞ്ഞതെങ്ങനെ തന്നെ പറഞ്ഞതെങ്ങനെ തന്നെ പതിനവയല്ലോ. കണ്ടോ? ഇല്ല, ചേട്ടൻ പഠിത്തുപോയി. ഇതാണ് ആലപ്പുഴക്കാര്. അവർക്കൊരു ചെറിയൊരു സ്പാർക്ക് ഇട്ട് കൊടുത്താണ് ചേട്ടൻ. ആളി കത്താണോ?